2026 T20 ലോകകപ്പ് ആവേശകരമായ സൂപ്പർ 8 പോരാട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ സിംബാബ്വെക്കെതിരായ നിർണായക മത്സരത്തിന്റെ മുന്നോടിയായി ഇന്ത്യൻ ടീമിൽ അടിമുടി മാറ്റങ്ങൾ നിർദ്ദേശിച്ച് മുൻ താരം സുരേഷ് റെയ്ന രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യാഴാഴ്ച ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കാനിരിക്കുന്ന മത്സരത്തിൽ ടീം ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയിലും ബൗളിംഗ് യൂണിറ്റിലും വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടാണ് റെയ്ന പങ്കുവച്ചിരിക്കുന്നത്. ചെന്നൈയിലെ പിച്ചിന്റെ സ്വഭാവം നന്നായി അറിയാവുന്ന താരം എന്ന നിലയിൽ റെയ്നയുടെ നിരീക്ഷണങ്ങൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മലയാളി താരം സഞ്ജു സാംസണെ പ്ലെയിൻ 11-ൽ ഉൾപ്പെടുത്തണമെന്ന അദ്ദേഹത്തിന്റെ ആവശ്യം ആരാധകർക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ടോപ്പ് ഓർഡറിൽ ഇടംകൈയ്യൻ ബാറ്റർമാരുടെ ആധിക്യമുണ്ടെന്നും ഇത് എതിരാളികൾക്ക് തന്ത്രങ്ങൾ മെനയാൻ എളുപ്പമാകുമെന്നും റെയ്ന ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ സഞ്ജുവിനെ 3-ാം നമ്പറിൽ ഇറക്കുന്നത് ടീമിന് കൃത്യമായ ബാലൻസ് നൽകുമെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. സഞ്ജു സാംസൺ ടീമിലേക്ക് വരുമ്പോൾ യുവതാരം തിലക് വർമ്മയ്ക്ക് പുറത്താകേണ്ടി വരുമെന്ന് റെയ്ന പറഞ്ഞു. ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മയെയും ഇഷാൻ കിഷനെയും പോലുള്ള ഇടക്കൈന്മാരുള്ളപ്പോൾ 3-ാം നമ്പറിൽ സഞ്ജുവിനെ പോലൊരു വലം കൈയ്യൻ ബാറ്റർ വരുന്നത് ബൗളർമാരുടെ താളം തെറ്റിക്കാൻ സഹായിക്കും. ചെന്നൈയിലെ സാഹചര്യങ്ങൾ സഞ്ജുവിന് ഏറെ അനുകൂലമാണെന്ന മറ്റൊരു വശം കൂടി റെയ്ന ഓർമ്മിപ്പിച്ചു. 2026 IPL സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജുവിനെ സ്വന്തമാക്കിയതിനാൽ ചെന്നൈയിലെ കാണികൾക്ക് സഞ്ജു ഇപ്പോൾ തങ്ങളുടെ സ്വന്തം താരമാണ്. ആ വലിയ ആരാധക പിന്തുണ സഞ്ജുവിനും ടീമിനും നൽകുന്ന മാനസികമായ മുൻതൂക്കം ചെറുതാകില്ല. നമീബയ്ക്കെതിരായ മത്സരത്തിൽ വെറും 8 പന്തിൽ 22 റൺസ് എടുത്ത് തന്റെ പ്രഹരശേഷി തെളിയിച്ചിട്ടും പിന്നീട് സഞ്ജുവിന് അവസരം ലഭിക്കാതിരുന്നത് ദൗർഭാഗ്യകരമാണെന്നും റെയ്ന കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ തിലക് വർമ്മ പരാജയപ്പെട്ടത് സഞ്ജുവിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു. ബാറ്റിംഗിൽ മാത്രമല്ല ബൗളിംഗ് ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും റെയ്ന കൃത്യമായ നിർദ്ദേശം നൽകി. വാഷിംഗ്ടൺ സുന്ദറിന് പകരം അക്സർ പട്ടേലിനെ പ്ലെയിൻ 11-ലേക്ക് തിരികെ കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ പോരാട്ടത്തിൽ വാഷിംഗ്ടൺ സുന്ദറിന് ബാറ്റിംഗിലോ ബൗളിംഗിലോ പ്രതീക്ഷിച്ച സ്വാധീനം ചെലുത്താൻ സാധിച്ചിരുന്നില്ല. അക്സർ പട്ടേലിന്റെ അനുഭവ സമ്പത്തും വിക്കറ്റ് വീഴ്ത്താനുള്ള കഴിവും ഈ ഘട്ടത്തിൽ ഇന്ത്യക്ക് അനിവാര്യമാണ്. ലോവർ ഓർഡറിൽ റിങ്കു സിംഗിനൊപ്പം അക്സർ പട്ടേൽ കൂടി ചേരുന്നത് ബാറ്റിംഗിന് കൂടുതൽ കരുത്ത് പകരും. ചെന്നൈയിലെ പിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുന്നതാണെങ്കിലും അവിടെ ആദ്യം ബാറ്റ് ചെയ്ത് വലിയ സ്കോർ കണ്ടെത്തുക എന്നത് കടുപ്പമേറിയൊരു ദൗത്യമാണ്. കൃത്യമായ ബാറ്റിംഗ് ലൈനപ്പ് ഇല്ലാതെ ചെന്നൈയിൽ വിജയിക്കുക പ്രയാസമാണെന്നും 200 റൺസ് പോലുള്ള വലിയ സ്കോറുകൾ ലക്ഷ്യം വെക്കുമ്പോൾ ഓരോ താരത്തിന്റെയും സ്ഥാനം നിർണായകമാകുമെന്നും റെയ്ന വ്യക്തമാക്കി. ഇന്ത്യ സിംബാബ്വെ മത്സരത്തിന് മുന്നേ നടക്കുന്ന ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസ് മത്സരഫലം സൂപ്പർ 8-ലെ സമവാക്യങ്ങളെ മാറ്റിമറിക്കും. ഈ മത്സരത്തിന് ഫലം അറിഞ്ഞ ശേഷമാകും ഇന്ത്യ സിംബാബ്വെക്കെതിരെ എത്രത്തോളം ആക്രമിച്ചു കളിക്കണം എന്ന് തീരുമാനിക്കുക. ശേഷിക്കുന്ന 2 മത്സരങ്ങൾ വിജയിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് സെമി ഫൈനൽ ഉറപ്പിക്കാൻ സാധിക്കൂ. റൺ റേറ്റ് ഒരു ഘടകമായി വന്നാൽ കൊൽക്കത്തയിൽ നടക്കുന്ന അവസാന മത്സരത്തിൽ ടോസ് പോലും നിർണായകമാകും. ദക്ഷിണാഫ്രിക്ക വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിക്കുകയും ഇന്ത്യ അടുത്ത 2 കളികളിലും ജയിക്കുകയും ചെയ്താൽ വലിയ പ്രതിസന്ധികളില്ലാതെ ഇന്ത്യക്ക് മുന്നേറാം. എന്നാൽ വെസ്റ്റ് ഇൻഡീസ് വിജയിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സങ്കീർണമാകും. അങ്ങനെയെങ്കിൽ വലിയ റൺ റേറ്റിൽ സിംബാബ്വെയെ പരാജയപ്പെടുത്തേണ്ടി വരും. റെയ്ന നിർദ്ദേശിച്ച ഇന്ത്യയുടെ സാധ്യത 11-ൽ പരിശോധിച്ചാൽ അത് ഏറെ സന്തുലിതമാണെന്നാണ് കാണാനും സാധിക്കുന്നത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും ഓപ്പണിംഗിൽ വെടിക്കേറ്റ് തുടക്കമിടുമ്പോൾ 3-ാം നമ്പറിൽ സഞ്ജു സാംസണിന് ടീമിന് നങ്കൂരമിടും. 4-ാം നമ്പറിൽ സൂര്യകുമാർ യാദവിന്റെ സാന്നിധ്യം മധ്യനിരയെ ശക്തമാക്കുന്നു. ഹാർദിക് പാണ്ഡ്യ, ശിവം ദുബെ, റിങ്കു സിംഗ് എന്നിവർ ഫിനിഷർമാരുടെ റോളിൽ എത്തുമ്പോൾ അക്സർ പട്ടേൽ ഓൾറൗണ്ടർ എന്ന നിലയിൽ കരുത്താകും. ബൗളിംഗിൽ വരുൺ ചക്രവർത്തിയുടെ സ്പിൻ മാന്ത്രികയും ജസ്പ്രീത് ബുംറ, അർഷദ് സിംഗ് എന്നിവരുടെ പേസ് ആക്രമണവും ചേരുമ്പോൾ ഏതൊരു ബാറ്റിംഗ് നിരയെയും തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കും. ചെന്നൈയിലെ ആരാധകർക്ക് മുന്നിൽ സഞ്ജു സാംസണിന്റെ വെടിക്കെട്ട് കാണാൻ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. റെയ്നയുടെ ഈ നിർദ്ദേശങ്ങൾ ടീം മാനേജ്മെന്റ് ഗൗരവത്തോടെ കാണുമെന്നും സിംബാബ്വെക്കെതിരെ ഇന്ത്യ കരുത്തുറ്റ 11-നെ തന്നെ കളത്തിലിറക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. സൂപ്പർ 8-ലെ ഈ നിർണായക പോരാട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പ് കിരീടത്തിലേക്കുള്ള പാതയിൽ അതിപ്രധാനമാണ്.